ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വേം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10 സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 7 പാർട്ട് 2 സെക്ഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു. എവിടെ ആയിരുന്നു? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. അതുപോലെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 71 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ ആയിരുന്നു ആരുടെ സ്ഥാനം? നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇന്ത്യൻ ഉപദ്വീപ് എന്താണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വന്നിട്ടേ നമ്മൾ ആ ഒരു ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഏതൊക്കെ ഉണ്ടായിരുന്നു? ഉത്തര പർവ്വത മേഖലയുണ്ട്, ഉത്തര മഹാസമതലമുണ്ട്, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, പിന്നെ നാലാമത്തത് തീരസമതലങ്ങളും ദ്വീപുകളുമുണ്ട്, പിന്നെ മരുപ്രദേശങ്ങളുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് മരുപ്രദേശങ്ങളെ പറ്റി കൂടുതലൊന്നും എന്ത് ചെയ്യുന്നില്ല, വലുതായിട്ട് പറയുന്നില്ലായിരുന്നു. ഇനി നമുക്ക് ഹിമഭൂമിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? പാമീർ പർവ്വതക്കെട്ടിനെ പറ്റി പറഞ്ഞായിരുന്നു. ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള പർവ്വതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹിന്ദുക്കുഷുണ്ട്, സുലൈമാനുണ്ട്, ടിയാൻഷാനുണ്ട്, കുൻലൂൺ, കാറക്കോറം, അങ്ങനെയുള്ള പർവ്വതനിരകളെല്ലാം എവിടെ നിന്നാണ്? ഈ പറയുന്ന പാമീർ പർവ്വതക്കെട്ടെന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് പല ഭാഗങ്ങളിലേക്ക് പോകുന്ന പർവ്വതനിരകളാണ്. എന്നിട്ട് നമ്മൾ പിന്നെ പഠിച്ചത് ഈ പറയുന്ന ഹിമാലയൻ നിരകളെ നമ്മൾ 3 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പിന്നെ കിഴക്കൻ മലനിരകൾ അല്ലേ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ എന്താണ് മലനിരകൾ. ഓക്കെ, അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന പീക്കുകൾ അല്ലെങ്കിൽ ആ മലനിരകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ ഉള്ളത് ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. കിഴക്കൻ മലനിരകളിൽ വരുന്നത് പത്കായ് ഭീമുണ്ട്, നാഗാക്കുന്നുണ്ട്, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകളുണ്ട്, മീസോ കുന്നുകളുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോന്നിനെ പറ്റി പറയാൻ തുടങ്ങി. അതായത് ട്രാൻസ് ഹിമാലയത്തിനകത്ത് വരുന്നത് ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അതിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്കായിട്ടുള്ള നമ്മുടെ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകളിൽ വരുന്നതാണ്. 8661 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ശരാശരി ഉയരത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ശരാശരി ഉയരത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നത്. അതെ, ആ ശരാശരി അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഹൈറ്റ് 6000 മീറ്റർ എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. SCERTയുടെ തന്നെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് 3000 എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എന്തുവാണ് ആവറേജ് ഹൈറ്റ് എന്നും പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. ആവറേജ് ഹൈറ്റ് NCERT അതായത് ആവറേജ് ഹൈറ്റ് ഓഫ് ട്രാൻസ് ഹിമാലയ ബൈ NCERT അടിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു 9ാം ക്ലാസ്സിൽ എങ്ങാണ്ട് ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ട് പറയുന്നത് 3000 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ട്രാൻസ് ഹിമാലയ ഓൾസോ നോൺ ആസ് ദ ടിബറ്റൻ ഹിമാലയ ഈസ് അപ്രോക്സിമേറ്റ്ലി 3000 മീറ്റേഴ്സ് എബോവ് സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും 3000 മീറ്റർ ഉയരത്തിലാണെന്നാണ് പറയുന്നത് അക്കോർഡിംഗ് ടു അതവരുടെ ഒരു സോഴ്സ് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ദിസ് റേഞ്ച് ഇൻക്ലൂഡ് ദ സസ്കർ, ലഡാക്ക്, കൈലാസ് ആൻഡ് കാരക്കോറം റേഞ്ചസ് ഇതിനകത്ത് വരുന്നതാണ്. വൈൽ ദ പീക്സ് ഇൻ ദിസ് റീജിയൻസ് ക്യാൻ ബി മച്ച് ഹയർ. അതായത് ഇതിൻ്റെ പീക്കുകളെല്ലാം വിത്ത് സം എക്സീഡിങ് 6000 മീറ്റേഴ്സ് ആൻഡ് ദ ആവറേജ് എലിവേഷൻസ് ഓഫ് ദ റേഞ്ച് ആസ് എ ഓൾ ഈസ് അറൌണ്ട് 3000 മീറ്റേഴ്സ്. അതായത് 6000-ന് മുകളിൽ ഉയരമുള്ള പല കൊടുമുടികളും ഈ പറയുന്ന നിരകളിൽ ഉൾപ്പെടുന്നു എങ്കിലും അതിൻ്റെ ആകെ കൂടിയുള്ള ആവറേജ് 3000 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ആവറേജ് ഹൈറ്റ് ഓഫ് ഇതാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ 2 മറ്റേ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹൈറ്റ് പറയുന്നത് 3000 മീറ്റർ പറയുന്നുണ്ട്. പക്ഷേ വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുവാണ് ആവറേജ് ഹൈറ്റ് ഓഫ് ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 6000 എങ്ങാണ്ടാണ്. ഞാനിപ്പോൾ 2-3 തവണ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും എന്തായിരിക്കും? ഇവിടെ എഴുതി കറക്റ്റ് ആൻസർ ഈസ് അത് ഇന്നർ ഹിമാലയാണ് എഴുതിയിരിക്കുന്നത്. ആവറേജ് ഹൈറ്റ് ഓഫ് ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് 6000 മീറ്ററും കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ഇപ്പോൾ വന്നായിരുന്നു. പക്ഷേ അതിനകത്ത് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് അല്ല. അതായത് എക്കണോമിക്സ് റിലേറ്റഡ് കണ്ടന്റാണ് കൂടുതൽ വന്നേക്കുന്നത്. പാർട്ട് 2 ടെക്സ്റ്റ് അവൈലബിൾ ആകുമ്പോഴേ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ടേക്കാം. കാര്യം ആ ടെക്സ്റ്റ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഹിമാലയം ആണ്. ഹിമാലയം എന്ന് പറയുന്നത് എവിടാണ്? ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് ഈ റീജിയനിൽ വരുന്നതും, ഹിമാലയം എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങനെ കിടക്കുന്നതും, ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് ഇങ്ങനെ പോകുന്ന സെക്ഷൻസും ആയിരുന്നു. ഓക്കെ, അതിൽ എന്തുവാണ്
വരുന്നത്, അതായത് ഹിമാലയൻ റീജിയനിൽ വരുന്ന മെയിനായിട്ടുള്ള മലനിരകൾ അല്ലെങ്കിൽ പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. അതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. അതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 6000 മീറ്ററാണ്. പിന്നെ ഹിമാചലിൻ്റെത് എത്രയാണ്? അതിൻ്റെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. പിന്നെ അതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്? സിവാലിക് എന്ന് പറയുന്നത് ശരാശരി ഉയരം 1220 മീറ്ററേ ഉള്ളൂ. അത് പലയിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് മലനിരകളാണ്. പിന്നെ എന്താണ്, അവിടെ ഡൂണുകൾ എന്ന് പറയുന്ന നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തോ പഠിച്ചത്, ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങളുടെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ലിപ്പു ലേക്ക് എന്ന് പറഞ്ഞ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഷിപ്കില എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ജോയിൻ ചെയ്യുന്നു. സോജില എന്ന് പറയുമ്പോൾ ശ്രീനഗറിനെയും കാർഗിലിനെയും ജോയിൻ ചെയ്യുന്നു. നാഥുല എന്ന് പറയുമ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും ജോയിൻ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ചുരങ്ങളുടെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് എങ്ങോട്ടാണ് വന്നത്? അവിടെയുള്ള കുറച്ച് സസ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഹിമവാൻ, അതായത് നമ്മുടെ ഹിമാലയ പർവ്വതത്തിൻ്റെ ജനനം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എവിടെയുണ്ട്? 9-ലുണ്ട്. കൂടുതൽ അറിയണമെന്നുള്ളവർ 9ൻ്റെ ടെക്സ്റ്റ് വായിച്ചു നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് SCERT 9th സ്റ്റാൻഡേർഡ് പുതിയ ടെക്സ്റ്റ്. ഇനി കിഴക്കൻ മലനിരകൾ, അവസാനത്തെ കാറ്റഗറിയാണ് കിഴക്കൻ മലനിരകൾ. അതിനാണ് ഏത് വരുന്നത്? ചിറാപുഞ്ചി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം വരുന്നത്. ഓക്കെ, പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ജീവിതം എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതായത് കൂടുതലും തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ മൃഗപരിപാലനമാണ് മെയിനായിട്ട് പറയുന്നത്. പുൽമേടുകളെ ആശ്രയിച്ചുള്ള മൃഗപരിപാലനമാണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏരിയകളിൽ നടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് സിവാലിക് റേഞ്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും തെക്ക് ഭാഗം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എങ്ങനെയാണ് പോകുന്നത്? ഏറ്റവും നോർത്ത് ഭാഗത്തുള്ളത് ഹിമാദ്രിയാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സിവാലിക്കാണ്. ഓക്കെ, അതിൻ്റെ പേരുകളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ, ലെസർ ഹിമാലയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 9 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിവാലിക്കാണ് ഏറ്റവും തെക്ക് ഭാഗത്തുള്ളത്. ആ ഭാഗങ്ങളിൽ എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? മറ്റ് സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ തേയില, അത് കിഴക്കൻ മലനിര ആ ഏരിയകളിൽ തേയിലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. മറ്റ് കൂടുതലും എന്താണ്, ഇതൊരു വിനോദസഞ്ചാര റീജിയനുള്ള ഒരു ഏരിയ ആണെന്ന് പറയാം. ഏതാണ്? ഈ ഉത്തരപർവ്വത മേഖല. പിന്നെ അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ എന്താണ്, വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ച ഒരു പർവ്വതനിരയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പിന്നെ ശൈത്യകാലത്ത് വടക്കു നിന്ന് കിഴക്കോട്ട് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെയും ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുത്ത് നിർത്തുന്നുണ്ട്. പിന്നെ കുറേ അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, പ്രദേശങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ചുരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കഥകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വന്നടേ? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. സിന്ധുവുണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയും ഉണ്ട്. ഓക്കെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഹിമാലയൻ നദികളാണ്. അതിൽ സിന്ധു അറബിക്കടലിലും മറ്റ് ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിലുമാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. പിന്നെ നമ്മൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു? ടിബറ്റിലെ മാനസ സരോവർ തടാകം എന്ന് പറഞ്ഞു. അതേതാണ്? സിന്ധു ആണ്. എത്ര ലെങ്ത് ഉണ്ട്? അതുപോലെ ഗംഗോത്രി ഹിമാനി ഗോയ്മുഖ് ഗുഹയാണ്. അതുപോലെ ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ്ദൂങ് ഹിമാനി എന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ എന്തുണ്ട് ലെങ്ത് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ കൂടെ ഏകദേശം 725 കിലോമീറ്ററേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറേ എന്താണ് പോഷക നദികളുടെ കാര്യമൊക്കെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്താണ് പോയത്. എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നത്? ഉത്തര മഹാസമതലത്തിലേക്ക് വന്നു. സമതലത്തിനെ നമ്മൾ എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 4ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഏതാണ്? മരുസ്ഥലി, അതായത് രാജസ്ഥാൻ മരുസ്ഥലി ബാഹർ സമതലം എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് വരുന്നതാണ്. ധാർ മരുഭൂമിയൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. പിന്നെ വരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ്, ഇത്തിരി വലുതായിട്ട് കിടക്കുന്ന ഒരു സമതല ഏരിയയാണ് ഗംഗയുടെ സമതലം. പിന്നെ ഉള്ളത് ബ്രഹ്മപുത്ര സമതലം, ഒരു കുഞ്ഞു ഏരിയയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മരുസ്ഥലി ബാഹർ അഥവാ രാജസ്ഥാൻ മരുസ്ഥലി ബാഹർ സമതലത്തിന് അത് ഏതൊക്കെ നദികളുടെ ആടുന്നത്? ലൂണി നദിയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സരസ്വതി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സരസ്വതി നദിയുടെയും വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ അവരുടെ ഡെപ്പോസിഷൻ മൂലമാണ് ആ ഒരു ഏരിയ ഉണ്ടായെന്നാണ് പറയുന്നത്. മരുപ്രദേശമാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലത്തിൽ വരുവാണെങ്കിൽ സിന്ധുവിൻ്റെ കൈവരികളുമാണ്. ഗംഗാ സമതലമാണെങ്കിൽ ഗംഗയുടെ പോഷക നദികളുമാണ്. ബ്രഹ്മപുത്രയിലാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള സമതലമാണ്. അതിൻ്റെ കാര്യമാണ് പിന്നെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് ഏത് പ്രദേശം അറിയപ്പെടുന്നത്? ഉത്തര മഹാസമതലം അറിയപ്പെടുന്നത്. കാര്യം എന്താ? അവിടെ ഒരുപാട് ഈ പറയുന്ന എക്കൽ മണ്ണാണ് കൂടുതലുള്ളത്. നദികൾ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന എക്കൽ മണ്ണ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫലഭൂഷ്ടമായിട്ടുള്ള ഏരിയയാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം? ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് രാജസ്ഥാൻ ധാര നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു. പിന്നെ എന്തുവാ വേറെ വല്ലതും കൊണ്ടുവരുന്ന ആ ഏരിയയിൽ
എന്തുവാണ് ഹരിയാന, അത് ഓരോ സമുദ്രതല പ്രദേശങ്ങളുടെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോയി. പിന്നെ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് വന്നു. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഒരു ഈ ലാവ ഡെപ്പോസിഷൻസ് എന്താണ് തണുത്തുറഞ്ഞാണ് ഉറപ്പേറിയ ശിലകളോട് കൂടി നിർമ്മിതമായിട്ടുള്ള പഴക്കമുള്ള ഒരു പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. വിസ്തൃതവും പഴക്കം ചെന്നതായിട്ടുള്ളൊരു ഭൂവിഭാഗമാണ് ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഭൂവിഭാഗം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കേരളം ഉൾപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, അത് ഞാൻ കണ്ടില്ലായിരുന്നു, ചെക്ക് ചെയ്യാൻ ഇട്ടിട്ടില്ലാത്ത കാരണം അത് മിസ്സായതാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. The Peninsular Plate of India includes parts of Kerala, but it is not a major or dominant feature within the state. The plate primarily covers a large portion of central and southern India, including states like Maharashtra, Telangana, Karnataka and Andhra Pradesh. While Kerala has some elevated regions and is part of the larger peninsular regions, it is more known for its coastal plains and the Western Ghats, which border the plate. അതാണ് കാര്യം. അതായത് ഈ പറയുന്ന പെൻസിലാർ നമ്മുടെ ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ സെക്ഷനിൽ കേരളത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കേരളത്തിൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇത് വളരെ മൈനർ ആയിട്ടുള്ള റീജിയൻ മാത്രമേ വരുന്നുള്ളൂ. The plate primarily covers, അതായത് ഇതൊരു വിസ്തൃതമായ ഏരിയ ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത് മെയിനായിട്ട് കവർ ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന ഏതൊക്കെ, മഹാരാഷ്ട്രയുണ്ട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, അതുപോലെ അവരെ ലിസ്റ്റ് ചെയ്തേക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ റീജിയനിൽ വരുന്നുണ്ട്. പക്ഷേ വൈൽ കേരള ഹാസ് സം എലിവേറ്റഡ് റീജിയൻസ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലാർജർ പെനിൻസുലാർ റീജിയൻ ആൻഡ് ഇറ്റ്സ് മോർ നോൺ ഫോർ ഇറ്റ്സ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ്. അതായത് ഇന്ത്യയുടെ സെക്ഷൻ പറയുമ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമഘട്ടത്തെയും പിന്നെ എന്താണ് തീരസമതലത്തെയും ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. കൂടുതലും നമ്മൾ തീരസമതല ഏരിയയിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുണ്ട്, പെൻസുലാർ പ്ലേറ്റിൽ അഥവാ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടിരിക്കുവാണ്. ഓക്കെ, ഫ്രം ഗൂഗിളാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് കിട്ടിയ വാല്യൂ ഗൂഗിൾ ചെയ്ത് കിട്ടിയിട്ടുള്ള കണ്ടന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളയുടെ ഭാഗത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ റീജിയനിൽ പറയുന്നുണ്ട്. പക്ഷേ ഫിസിയോഗ്രഫി വെച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ കേരളം എന്ത് ചെയ്തില്ല, ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകാം, ബാക്കി പറയാം. അതായത് ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ജനറൽ ഫിസിയോഗ്രഫിക്കകത്ത് അത് അങ്ങനെ വലുതായിട്ട് പറയാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ആ പറയുന്ന കേരളത്തെ നമ്മൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാത്തത്. ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് എന്ത് ചെയ്യാത്തത്, ഇൻക്ലൂഡ് ചെയ്ത് പറയാത്തത്. ഓക്കെ, അടുത്ത എന്തുവാണ് കൊടുത്തേക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ അവിടെ ധാതുക്കളുടെ നിക്ഷേപം കൂടുതലുള്ള ഒരു പ്രദേശമാണ്. പിന്നെ അവിടെ 2-3 ടൈപ്പ് മണ്ണുണ്ടെന്ന് പറയുന്നുണ്ട്. ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. പിന്നെ അതായത് കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കുവാനെ. പിന്നെ ചെമ്മണ്ണുണ്ട്, അതായത് അയൺ കണ്ടന്റ് കൂടിയിട്ടുള്ള മണ്ണ്. പിന്നെ എന്താണ് നമ്മുടെ ലാട്രൈറ്റ് മണ്ണ്, അതായത് വേനൽ മഴയൊക്കെ മാറിയും തിരിഞ്ഞ് വരുന്ന സ്ഥലങ്ങളിൽ എന്താണ് ലാട്രൈറ്റ് മണ്ണും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് നദികളാണ് പിന്നെ നമ്മൾ വരുന്നത്. അതായത് ഉപദ്വീപീയ നദികൾ ഏതൊക്കെ ഉണ്ടായിരുന്നു, മഹാനദി, ഇതെന്തിനൊക്കെ കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല, മഹാനദി, അതുപോലെ ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അതിൽ നർമ്മദ, താപ്തി എന്ന് പറയുന്നത് അറബിക്കടലിൽ പതിക്കുന്ന നദികളും ബാക്കി 4 മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്ന് പറയുന്നത് എന്തിലുള്ളതായിരുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ്. അഥവാ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. മറ്റേ 2 നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. അതിൽ ചെക്ക് ചെയ്യായിട്ടേക്കുന്ന ഈ കണ്ടന്റാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ബുക്ക് വന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതായത് 10th പുതിയ സ്റ്റാൻഡേർഡ് 10th സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റിനകത്ത് ഈ പറയുന്ന നമുക്ക് ജോഗ്രഫി റീജിയൻ ആണോ വരുന്നതെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അതൊന്ന് നിങ്ങളത് ഒന്ന് ഇതാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പുതിയ 9th ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ ഈ മൈക്കല നിരകൾ മധ്യപ്രദേശ് അതല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെക്ക് ഇട്ടേക്കുന്നത്. നമുക്ക് ആ ടെക്സ്റ്റ് വന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അതേ നടക്കത്തുള്ളൂ. അല്ലാതെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അവർ 2-3 വാല്യൂ ഒക്കെ കാണിക്കുക, അതൊരു നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളെ ഏറ്റവും നീളം കൂടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് ഫാൾസ് ആണ്. 225 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ 2 നദികൾ, അതായത് നമുക്ക് 2 ടൈപ്പ് നദികളുണ്ട്, ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പിന്നെ പറയുന്നത്. ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്, വേനൽക്കാലത്തും വറ്റാതെ
നല്ല വെള്ളപ്പൊക്ക സാധ്യതയുള്ള, അതായത് വേനൽക്കാലത്ത് വരെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള നദികളാണ് ഈ പറയുന്ന ഹിമാലയ നദികൾ എന്ന് പറയുന്നത്. എങ്കിൽ ഉപദ്വീപീയ നദികൾ എന്തായിരിക്കും? അവ കാലം മാറുന്നതനുസരിച്ച്, അതായത് വേനൽ വരുമ്പോൾ വറ്റാറുണ്ട്, മഴ വരുമ്പോൾ കവിഞ്ഞൊഴുകാറുണ്ട്, അങ്ങനെയുള്ള നദികളാണ്. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ് ഹിമാലയ നദികൾ ഉത്ഭവിക്കുന്നത്. വൃഷ്ടിപ്രദേശം വലുതാണ്, അപരദന തീവ്രത കൂടുതലാണ്. കാര്യം നല്ല എന്താണ്, അത് എപ്പോഴും ഒഴുക്കുള്ള നദികളാണ്. പിന്നെ ഉയർന്ന ജലസേചന ശേഷിയാണ്. അങ്ങനെ കുറേ കണ്ടന്റ് പറഞ്ഞു. പിന്നെ ഉപദ്വീപീയ നദികൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പീഠഭൂമിയിൽ എന്താണ് അവരുടെ മെയിനായിട്ടുള്ള പരിപാടി, ജീവിക്കാനായിട്ടുള്ള മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ധാതു വിഭവങ്ങളുടെ ഖനനം ഒരു ജോലിയായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ എന്താണ്? സുന്ദര തീരങ്ങളിലൂടെ. ദാറ്റ് മീൻസ് നമ്മുടെ എന്താണ്, തീര സമതലത്തെ പറ്റിയാണ് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. സുന്ദര തീരങ്ങളിലൂടെ. ജലഛായ ചിത്രങ്ങൾ പോലെ മനോഹരങ്ങളാണ് ഇന്ത്യയിലെ ഓരോ കടൽ തീരവും. ഈ സുന്ദര തീരങ്ങളിലൂടെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഗുജറാത്ത് വരെ നിങ്ങളൊരു യാത്ര പോകുന്നതായി സങ്കല്പിക്കൂ. എങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു ചെല്ലേണ്ടി വരും? എവിടെയെങ്കിലും മാപ്പ് ഉണ്ടോ? അതാണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന്, അതായത് ഗുജറാത്ത് തുടങ്ങി, ഗുജറാത്ത്, അടുത്ത മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, പിന്നെ എന്തുവായിരുന്നു, ആന്ധ്ര, പിന്നെ ഏതായിരുന്നു, ആന്ധ്ര കഴിഞ്ഞ് ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഒഡീഷയുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഓക്കെ, അവിടെ വരെയാണ് പോകുന്നത്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇന്ത്യയുടെ തീരപ്രദേശം പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ, അതായത് ആ പോയിന്റാണ് തുടങ്ങുന്നത്. ഇവിടാണ്, ഇവിടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങി എവിടം വരെ? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ തീരപ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി തിരിക്കാം. വീണ്ടും ഞാൻ പറയുവാണ്, ഈ ഡീറ്റെയിൽസ് ഒരുപാടുള്ള ടെക്സ്റ്റാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ്, ഇപ്പോൾ പുതുതായിട്ട് വന്ന ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിന് ഒരു ചാപ്റ്റർ തന്നെ തീരസമതലം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ജസ്റ്റ് അതുകൂടെ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണ്ടന്റ് കുറവാണ്, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ കിടക്കുന്ന പ്രദേശമാണ്. ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ടെന്ന് പറയുന്നു. ആൻഡ് തീരസമതലങ്ങളെ അവിടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലമെന്നും ഒന്ന് കിഴക്കൻ തീരസമതലമെന്നും. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു മിനിറ്റ്, ഒന്നുകൂടി ചെറുതാക്കി നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കി കിട്ടും. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ, അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എന്ത് പോകുന്നത്, പശ്ചിമഘട്ട മലനിരകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് എന്ത് പോകുന്നത്, കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞു, അതായത് പൂർവ്വഘട്ടം പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പശ്ചിമഘട്ടത്തിനും ഈ പറയുന്ന അറബിക്കടലിനും ഇടയിൽ വരുന്ന ആ പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പടിഞ്ഞാറൻ തീരസമതല പ്രദേശം എന്ന് വിളിക്കുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, അതായത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ ഇവിടം വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, താരതമ്യേന വീതി കുറവാണ് ഈ പ്രദേശത്തിനെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ വീതി കുറവല്ലേ, ഈ പിങ്ക് കളറിലുള്ള റീജിയനാണ്, അവിടെ എന്താണ്, വീതി കുറവാണ്. പിന്നെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ ഇവയെ തിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരം എന്ന് പറഞ്ഞും കൊങ്കൺ തീരമെന്നും മലബാർ തീരമെന്നും പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗുജറാത്ത് തീരം, പിന്നെ കൊങ്കൺ തീരം ഇവിടെ വരെ കണ്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് മലബാർ തീരം എന്ന് പറഞ്ഞ് കേരളവും തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം കൂടെ വരുന്ന റീജിയനാണ്. ഓക്കെ, ഇനി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന ഒരു റീജിയനാണ് എന്ത്, ഈ പറയുന്ന പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇനി കിഴക്കൻ സമതലം എടുത്തു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അതായത് ഇവിടം വരെ ഉണ്ട്. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം, ഇവിടം തൊട്ട് ഈ പറയുന്ന പൂർവ്വഘട്ടം ആ ഒരു റീജിയൻ വരെ, പൂർവ്വഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്ന റീജിയനാണ് ഈ പറയുന്ന കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഓക്കെ, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ, ഇവിടെയാണ് സുന്ദർബൻസ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ തൊട്ട് ഇതുവരെ, ഞാൻ നേരത്തെ ഇവിടം വരെ ആയിട്ടല്ലേ പറഞ്ഞു, ഇതുവരെ എങ്ങാണ്ടുണ്ട്. ഓക്കെ, സുന്ദർബൻസ് റീജിയൻ തൊട്ട് കന്യാകുമാരി വരെ ഈ എൻഡ് വരെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. വീതി താരതമ്യേന കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? പടിഞ്ഞാറൻ തീരസമതലത്തെ വെച്ച് നോക്കുമ്പോൾ പറയുന്ന കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലാണ്. അതിനെ നമ്മൾ കോറമൻഡൽ തീരം, വടക്കൻ സിർക്കാസ്, അതുപോലെ എന്തോ ഒരെണ്ണങ്ങളുണ്ട്, കോറമൻഡൽ തീരം, വടക്കൻ സിർക്കാസ് തീരസമതലം, എന്തോ രണ്ടെണ്ണേ ഉള്ളായിരുന്നു. ഓക്കെ, രണ്ടെണ്ണം ഉള്ളെങ്കിൽ രണ്ടെണ്ണം പഠിക്കാം.
കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് രണ്ടായിട്ടാണ് കാറ്റഗറി ചെയ്തേക്കുന്നത്. ഒരു കോറമാൻഡൽ തീരവും അതുപോലെ തന്നെ എന്താണ് വടക്കൻ സിർക്കാസ് തീരവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെൽറ്റ രൂപീകരണം നടക്കുന്ന ഒരു ഉള്ള ഏരിയയാണ്. അതായത് വീതി കൂടുതലായതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഡെൽറ്റകളുണ്ട്. സുന്ദർബൻസ് ഡെൽറ്റ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ വിളകൾ ഏതൊക്കെ ടൈപ്പ് വിളകളാണ്, നെല്ലും തെങ്ങും ഒക്കെയാണ് ഈ പറയുന്ന തീരസമതലങ്ങളിൽ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഓക്കെ. ഇനി അവിടെ ഉള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ പറയുന്നത്. തീരസമതലങ്ങളിലെ ജീവിതം എങ്ങനെയാണ്? തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ഓക്കെ. മത്സ്യബന്ധനം ആണ് തീരപ്രദേശത്തുള്ളവരുടെ പ്രധാന തൊഴിൽ. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. അതായത് നമ്മളിപ്പം ബീച്ച് ബേസ്ഡ് ആയിട്ടുള്ള വിനോദസഞ്ചാര ഏരിയകളുണ്ട്. വേളിയൊക്കെ നേരത്തെ പറയുമായിരുന്നു, അതായത് കോവളമൊക്കെ പറയുന്നു. ഇപ്പോൾ കോവളമൊക്കെ കടൽ കയറി കിടക്കുവാണ്. പിന്നെ അങ്ങോട്ട് കണ്ണൂരൊക്കെ ഉണ്ട്, ബീച്ചൊക്കെ ഉണ്ട്. കണ്ണൂർ ബീച്ച് ഉണ്ട്. അങ്ങനെയുള്ള അപ്പോൾ നെല്ല്, തെങ്ങ് എന്നിങ്ങനെ അതായത് വിനോദസഞ്ചാര സാധ്യതകളുള്ളൊരു ഏരിയയാണ് ഈ പറയുന്ന തീരസമതലം എന്ന് പറയുന്നത്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. പടിഞ്ഞാറൻ തീരം എന്ന് പറയുമ്പോൾ ഏത് സൈഡാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ഏരിയയാണ് പറയുന്നത്, വീതി കുറഞ്ഞ ഏരിയയാണ്. കിഴക്കൻ സമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ തടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നൊക്കെ പറയുന്ന എന്ത് ടൈപ്പ് നദികളാണ്? ഇതെല്ലാം എങ്ങോട്ട് പതിക്കുന്നതാണ്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഓക്കെ. അപ്പോൾ അവരുടെ തീരസമതലങ്ങൾ അവർ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കുറേ സമതല പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നെൽകൃഷിയാണ് എന്ത് ചെയ്യുന്നത്, വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിന് എന്തുവാണ്, ഇനി നമുക്ക് ദ്വീപുകളിലേക്കാണ് പോകേണ്ടത്. ഓക്കെ. നമ്മുടെ സ്വന്തം ദ്വീപുകളിലേക്ക് കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപുകളിൽ എത്താം. ഓക്കെ. അടുത്ത കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെത്താമെന്നാണ് പറയുന്നത്. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ സമൂഹത്തിലുള്ളത്. ഏതിലാണ്? ലക്ഷദ്വീപിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൽ അപ്പോൾ എത്ര ദ്വീപുണ്ട്? 36 ദ്വീപുകളാണുള്ളത്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. 36 എണ്ണം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് 11 എണ്ണത്തിൽ മാത്രമേ ജനവാസം ഉള്ളൂ. ബംഗാരം, കടമത്ത്, മീനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെതിലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. അപ്പോൾ അവിടെയുള്ള കുറച്ച് ദ്വീപുകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെതിലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ലക്ഷദ്വീപ് അപ്പോൾ ഏത് കടലിലാണ്? അത് അറബിക്കടലിലാണ്. ഓക്കെ. അറബിക്കടലിലാണ് ഈ പറയുന്ന ദ്വീപസമൂഹം കാണപ്പെടുന്നത്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും ഏകദേശം ഒരു 10-11 ദ്വീപുകളിൽ മാത്രമേ ജനവാസം ഉള്ളൂ. ഓക്കെ. ഇനി ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ സമൂഹത്തിന്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ഉള്ള പ്രത്യേകതകളാണ് ലഗൂണുകൾ, മണൽത്തീരങ്ങൾ, അതുപോലെ തന്നെ പവിഴപ്പുറ്റുകൾ. കൃഷി നാമമാത്രമായി ഇവിടെ സമുദ്രത്തെ ആശ്രയിച്ചാണ് മുഖ്യ ജനജീവിതം. അതായത് മെയിനായിട്ട് സമുദ്രത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മത്സ്യബന്ധനമാണ് മെയിൻ. പിന്നെ വിനോദസഞ്ചാരം എന്തുണ്ട്, ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഒരു ലഗൂണിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്താണ് ലഗൂൺ എന്നൊക്കെ നമ്മൾ 9 പഠിച്ചതാണ് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും പറയാത്തത്. ഇനി നമുക്ക് മറ്റൊരു ദ്വീപസമൂഹം പരിചയപ്പെടാം. ബംഗാൾ ഉൾക്കടലിലാണ് ഈ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ലക്ഷദ്വീപ് അറബിക്കടലിലാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ബംഗാൾ ഉൾക്കടലിലുള്ള ഒരു ദ്വീപ സമൂഹത്തിന്റെ കാര്യമാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം എന്ന് പറയുന്നത്. 200ഓളം ദ്വീപുകളുള്ള ആൻഡമാനും 19ഓളം ദ്വീപുകളുള്ള നിക്കോബാറും ചേർന്നിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും ജനവാസമില്ല. മിക്കവയിലും നിബിഡ വനങ്ങളാണ്. അതായത് ഇവിടെ എന്തില്ല, ഒരുപാട് ഏരിയയിലും വെറുതെ കിടക്കുവാണ്. വനമായതുകൊണ്ട് തന്നെ വല്ല നിബിഡ വനങ്ങളാണ്. അതുകൊണ്ട് അവിടെ ജനവാസമില്ല. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ദ്വീപസമൂഹത്തിലെ ബാരൻ ദ്വീപിലാണ് ഉള്ളത്. ബാരൻ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം, ബാരൻ ദ്വീപ് എന്ന് പറയുന്നത് തന്നെ അത് കംപ്ലീറ്റ്ലി നിൽക്കുന്ന ഒരു മീൻസ് ആ ദ്വീപ് കംപ്ലീറ്റ്ലി ഒരു അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ അഗ്നിപർവ്വതം ഈ പറയുന്ന ദ്വീപസമൂഹത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. ഏതിൻ്റെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്.
ഓക്കെ. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നിക്കോബാർ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഇല്ലേ, അതിൽ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റത്തെയാണ് ഇന്ദിരാ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി എന്താ എഴുതിയേക്കുന്നത് നോക്കാം. നിങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച ഭൂപടത്തിന് ഇന്ത്യ ഭൂപ്രകൃതി എന്ന് നാമകരണം ചെയ്യാൻ മറക്കരുത്. മീൻസ് അവർ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു പിക്ചർ വരയ്ക്കാനെങ്ങാണ്ടാ പറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി ഇന്ത്യയെ തരംതിരിക്കാമെന്നും ഈ വിഭാഗങ്ങൾ ഓരോന്നും എപ്രകാരമാണ് ഇന്ത്യയിലെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും ഇപ്പോൾ ബോധ്യമായില്ലേ. അപ്പോൾ ഇത് എന്താണ്, ഈ പറയുന്ന ജനറലായിട്ട് കാറ്റഗറി ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെ നമ്മൾ 5ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ. അതിൽ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലമുണ്ട്, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, പിന്നെ തീരസമതലങ്ങളും ദ്വീപുകളും ഒറ്റ കാറ്റഗറി ആയിട്ട് എടുക്കണം. പിന്നെ മരുപ്രദേശങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഇവിടെ ഉണ്ട്, അത് ശരി മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാലാവസ്ഥയുടെ കാര്യമാണ്. ഓക്കെ, നോക്കാം എന്താണ് കാലാവസ്ഥ എന്ന്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. കുട്ടികൾ എന്താ പറയുന്നത് നോക്കാം. ഇന്ന് വളരെ കനത്ത മഴ ലഭിച്ചു. മഴമാപിനി എന്ന ഉപകരണം ഉപയോഗിച്ച് ഞങ്ങൾ മഴ അളന്നു. സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിൽ ജൂൺ 15-ാം തീയതി എന്തായിരിക്കും, മഴയായിരിക്കും. പിന്നെ കടുത്ത വരൾച്ചയാണ് ഇവിടെ, കുടിവെള്ളത്തിന് പോലും ക്ഷാമം. ജൂണാണ് ഏറ്റവും ചൂടേറിയ മാസം. അപ്പോൾ രാജസ്ഥാൻകാരെന്തോ പറയുന്നത്, അവർക്ക് ഈ പറയുന്ന ജൂൺ മാസം ഏറ്റവും ചൂടേറിയ മാസമാണെന്നാണ് രാജസ്ഥാനിലുള്ള പിള്ളേർ പറയുന്നത്. ഇനി ഇവിടെ ആരാ, ഇത് രാജസ്ഥാനിലെ ജനുവരി 10-ാം തീയതിത്തെ കാര്യമാണ്. അതിശൈത്യമാണ് ഇവിടെ. സ്കൂളുകൾക്ക് 2 ദിവസമായി അവധിയാണ്. സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെയായതുകൊണ്ടാണത്രേ ഇവിടെ ഇത്രയും ശൈത്യം. അപ്പോൾ രാജസ്ഥാനിലൊരു ജനുവരി മാസത്തിൽ എന്താണ്, അവിടെ നല്ല അതിശൈത്യമാണ്. പക്ഷെ കേരളത്തിൽ ഭയങ്കര ശൈത്യം ഇല്ല എങ്കിലും തണുപ്പ് കാലമാണെന്ന് പറയാം. ഇനി എന്താണ്, തമിഴ്നാട്ടിലുള്ള പിള്ളേർ എന്തോ പറയുന്നത്, ചെന്നൈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഏകദിന ക്രിക്കറ്റ് മത്സരം മഴ മൂലം മാറ്റിവെച്ചു. ഞങ്ങൾ മത്സരം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നവംബറിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നവംബറിൽ അവർക്ക് അവിടെ മഴ ലഭിക്കുന്നുണ്ട്. ആർക്കാണ്, തമിഴ്നാട്ടിൽ. ഓക്കെ. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ എല്ലായിടത്തും എപ്പോഴും കാലാവസ്ഥ ഒരുപോലെ അല്ല അനുഭവപ്പെടുന്നതെന്ന് ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഒരുപോലെ അല്ല, പലയിടത്തും പല മീൻസ് നമുക്ക് മഴയായിരിക്കുമ്പം, അതായത് നമ്മുടെ എന്തുവാണ്, ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ചൂടായിരിക്കും, അവിടെ ഹീറ്റ് വേവ് അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നമുക്കിവിടെ ഹീറ്റ് വേവ് ആകുമ്പോൾ അവിടെ മഴയായിരിക്കും അല്ലെങ്കിൽ ശൈത്യമായിരിക്കും. അങ്ങനെ ഒരു കോൺട്രാസ്റ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെ തന്നെ കാലാവസ്ഥയിലും എന്തുണ്ട്, വൈവിധ്യമുണ്ട്. എന്തുകൊണ്ടാണ് കാലാവസ്ഥയിൽ ഈ പ്രാദേശിക വൈവിധ്യം, എന്തൊക്കെ ഘടകങ്ങളാണ് കാലാവസ്ഥയിൽ ഈ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത് നമുക്ക് കണ്ടെത്തി നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ 9 കണ്ടെത്തിയതങ്ങാണ്ടാണ്. ഒന്നുകൂടെ പറയുവാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത്തത് എന്താണ്, അക്ഷാംശീയ സ്ഥാനമാണ്. പിന്നെ ഒന്ന് ഭൂപ്രകൃതിയാണ്, സമുദ്ര സാമീപ്യമാണ്, പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അക്ഷാംശ സ്ഥാനം അനുസരിച്ച് കേരളം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ താഴെയാണ് കിടക്കുന്നത്, തെക്ക് ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ. അതായത് നമ്മൾ എന്താണ് ഏറ്റവും എൻഡിൽ 8 ഡിഗ്രി ആ റേഞ്ച് തൊട്ട് ഏകദേശം ആ ഒരു ഇതിലാണ് വരുന്നത്. മുകളിലെന്ന് പറയുമ്പോൾ 36 ഡിഗ്രി അങ്ങാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അക്ഷാംശ സ്ഥാനങ്ങളിൽ രേഖാംശ സ്ഥാനത്തിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഭൂപ്രകൃതി, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിക്കുള്ള ഭൂപ്രകൃതിയാണ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു, ഗുജറാത്ത് തൊട്ട് തുടങ്ങി നമ്മുടെ സുന്ദർബൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു തീരസമതലമുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥ ആയിരിക്കത്തില്ല ഈ സമുദ്ര സാമീപ്യം ഇല്ലാത്ത ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ. ഓക്കെ, അത് വ്യത്യാസം വരും. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞ് 3 റീജിയൻ ഉണ്ട്. അതിൽ ഓരോ ഏരിയയിൽ ഇപ്പോൾ നിങ്ങൾ മഴ തന്നെ മുന്നറിയിപ്പ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉയരം കൂടിയ മലനിര ആ ഏരിയകളിലും മഴയുടെ അളവ് കൂടുതലായിരിക്കും. താഴോട്ട് നമുക്ക് മഴ കുറവായിരിക്കും. അതായത് എങ്ങനെയാണ്, തീരസമതല പ്രദേശങ്ങളിൽ മഴയില്ല എന്നല്ല, മഴ കുറവായിരിക്കും. അതുപോലെ എന്തുവാണ്, തണുപ്പ് റീജിയൻ, അതായത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ പൊതുവെ മഴയല്ല, അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞല്ലോ തണുപ്പ് കാരണം അവിടെ പുൽമേടുകൾ മാത്രമേ ഉള്ളത് കൊണ്ട് കാർഷിക വൃത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കന്നുകാലി വളർത്തൽ മാത്രവും അതുപോലെ മൃഗപരിപാലനമോ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതെല്ലാം എന്താണ്, കാലാവസ്ഥ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഒരു ഫാക്ടറാണ്. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായി 4ആയി തിരിക്കാം. ശൈത്യകാലമുണ്ട്, ഉഷ്ണകാലമുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമുണ്ട്. അപ്പം 4 കാലങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓരോന്നോരോന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ശൈത്യകാലം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നൊക്കെയാണ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയാണ് ശൈത്യകാലം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കാം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില ശൈത്യകാല ദൃശ്യങ്ങളാണിത്. പത്രങ്ങളിൽ നിന്നും മറ്റ് ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ. അതായത് പേപ്പർ വരുമല്ലോ, ഹീറ്റ് വേവ് അടിക്കുന്നുണ്ട്, അതുപോലെ അതിശൈത്യമാണ്,
അതുപോലെ തന്നെ വായുമലിനീകരണം മൂലം ഒന്നും കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കേൾക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത്, സൂര്യൻ്റെ ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് അതിൻ്റെ മീനിങ്? 0 ഡിഗ്രി ഉണ്ട്, 23.5 ഡിഗ്രി സൗത്ത് ഉണ്ട്, മുകളിൽ 23.5 ഡിഗ്രി നോർത്ത് ഉണ്ട്. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ എങ്ങോട്ടേക്ക് പോകുന്നു? ഈ പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. ഓക്കെ, അതിനാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്, അതായത് സൂര്യൻ എങ്ങോട്ട് പോകുന്നു? ഈ പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ ഏകദേശം ഈ ഭാഗത്തെങ്ങാണ്ട്, അതായത് ഉത്തരാർദ്ധഗോളത്തിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അകലെയാണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? തണുപ്പായിരിക്കും. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗത്തും കനത്ത മൂടൽ മഞ്ഞും ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞ് വീഴ്ചയും ഉണ്ടാകാറുണ്ട്. അതായത് ടോട്ടലി എന്താണ്? തണുപ്പാണ് ഇന്ത്യയിൽ. ഈ സമയത്ത് ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിൽ എന്ത് തന്നെയാണ്? തണുപ്പ് തന്നെയാണ്. പക്ഷേ തണുപ്പിൻ്റെ തീവ്രത വടക്കോട്ട് പോകുന്നതോറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം ഈ നമ്മുടെ മുകൾ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെല്ലാം എന്തായിരിക്കും? തണുപ്പ് കൂടുതലായിരിക്കും. താഴോട്ട്, അതായത് കേരളം അങ്ങോട്ടൊക്കെ ഭയങ്കര തണുപ്പില്ലെങ്കിലും തണുപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേടെ? കുഴപ്പമില്ലല്ലോ ശൈത്യകാലം. ഇനി ഇവിടെ എന്താ ഓർത്തേക്കുന്നത്? ഭൂപടം ശ്രദ്ധിക്കൂ. ഈ ജനുവരിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടിൻ്റെ അളവാണ് ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്. ആണ്ടെ, ഇവിടെ ഏതാണ്? ഇത് UP അല്ലേ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 13 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലത്തെ ചൂട്. ഓക്കെ, ഇത് നമ്മുടെ ഗുജറാത്താണ്. അവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഏതായിരുന്നു? ഇത് ഒറീസയിൽ അല്ലെങ്കിൽ ഒഡീഷ, അവിടെ 18 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ കണ്ടോ, കേരളത്തിൽ 26.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട് താപനില. ദാറ്റ് മീൻസ് നമുക്ക് ചൂടുണ്ട് ഇവിടെ. അപ്പോൾ ജനുവരി ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടിൻ്റെ അളവാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ തന്നിരിക്കുന്നത് ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്. താപനില പരിശോധിച്ച് താപവ്യത്യാസത്തിൻ്റെ ക്രമം കണ്ടെത്തൂ. അത് താപനില തെക്ക് നിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഈ താഴെയുള്ള തെക്ക് ഭാഗത്തുള്ള കേരളത്തിൽ 26.5, അടുത്ത ഇതിപ്പം പഴയ ഭൂപടമാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം ഇങ്ങനെ എങ്ങാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിൽ ഏകദേശം 24 ഡിഗ്രി ഉണ്ട്, കർണാടകയിൽ 21 ഡിഗ്രി ഉണ്ട്. പിന്നെ എന്തുവാണ്? അങ്ങോട്ട് പോകും തോറും ഡിഗ്രി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞു വരുന്നു. പകലിലെ ചൂടിൻ്റെ കാര്യമാണ്. ഓക്കെ, അടുത്ത എന്തോ എഴുതിയേക്കുന്നത്? അപ്പോൾ സ്ഥാനം ഒരു മാറ്റർ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അക്ഷാംശ സ്ഥാനം താപനില വേരിയേഷന് കാരണമാകുന്നു. അടുത്ത എന്താണ്? ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. അതായത് ഉത്തരേന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലാണ് ഈ പറയുന്ന ശൈത്യകാലമൊക്കെ നല്ല പീക്കിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് വലിയ രീതിക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല അനുഭവപ്പെടുന്നില്ല. മഴയായാലും അത് തന്നെ, എന്താണ്, ചൂടായാലും അത് തന്നെ നമുക്കൊരു മോഡറേറ്റ് രീതിയിലാണ് പൊതുവേ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കറണ്ട്ലി എന്തല്ല, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇത് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം ഒരു എക്സാക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പകൽ സമയത്ത് മിതമായിട്ടുള്ള ചൂടുമായിരിക്കും, പക്ഷേ നൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശൈത്യമായിരിക്കും. ഓക്കെ, മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞ് വീഴ്ച സർവ്വസാധാരണമാണ്. അപ്പോൾ ഹൈറ്റ് കൂടിയ ഏരിയകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞ് വീഴുന്നുണ്ടെന്നാണ് പറയുന്നത്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥത എന്താണെന്ന് നോക്കാം. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. അപ്പോൾ ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. പാസിലൂടെയുള്ള അതിശക്തമായ പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഓക്കെ, കുറച്ചധികം പുതിയ ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്തുവാണെന്ന് നോക്കട്ടെ. മെഡിറ്ററേനിയൻ കടൽ എവിടെയാണ് കിടക്കുന്നതെന്നൊന്ന് തപ്പണമായിരുന്നു. നോക്കട്ടെ. ഇതാണ് മെഡിറ്ററേനിയൻ സീ. ഈ കിടക്കുന്ന സാധനമാണ്. മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇവിടെ നിന്ന് ഉള്ള എന്തെന്നാണ് ഇവിടെ ഇതാണ് ഇന്ത്യ, ഈ ഭാഗത്ത് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവർ പറയുന്നത് എന്തുവാണ്? പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ശൈത്യകാലത്ത് എന്താണ്? മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നത്. അതായത് ന്യൂനമർദ്ദമാണ്. അത് എങ്ങോട്ടേക്ക് വരുന്നു?
അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു മിനിറ്റ്, നമുക്ക് അല്ലാതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥതയെ പറ്റി. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. Western disturbance is a weather system characterized by low pressure areas that originate in the Mediterranean region and moves eastward, bringing rainfall and snowfall to northwestern parts of Indian subcontinent, particularly during the winter month. And ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഹൈ പ്രഷറാണ്, ആ സമയത്ത് ഇവിടെ ലോ പ്രഷറാണ്. അതായത് ഓക്കെ, അതായത് തണുപ്പല്ലേ, അപ്പം ഇവിടെ എന്താണ്, ലോ പ്രഷർ ആയിരിക്കും ഇന്ത്യയിൽ. ഇവിടെ ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീയിൽ എന്താണ്, ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ ആകുമ്പോഴത്തേക്ക് ആ പ്രഷർ ഉള്ള വായു എന്ത് ചെയ്യും, അത് ലോ പ്രഷറുള്ള റീജിയനിലേക്ക് പോകാനായിരിക്കും അതിനുള്ള ടെൻഡൻസി. അത് അങ്ങോട്ട് പോകുന്നതിനായിരിക്കും അതിൻ്റെ ഒരു ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യും, അത് ഈ പറയുന്ന തണുപ്പ് കാലത്ത് ഇന്ത്യയുടെ മുകളിൽ ന്യൂനമർദ്ദമായിരിക്കും. ഈ മെഡിറ്ററേനിയൻ കടലിൽ എന്തുവാണ്, ഹൈ പ്രഷറിന് ചുറ്റും ലോ പ്രഷർ. അങ്ങനെയാണ് അത് എന്തായിട്ട് മാറുന്നത്. ഹൈ പ്രഷർ ലോ പ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഇങ്ങനെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമ്മൾ പിന്നെ പഠിച്ചത് ലോ പ്രഷർ ഉണ്ട്, ചുറ്റും ഹൈ പ്രഷർ ആണെങ്കിൽ ഹൈ പ്രഷറിന് ലോ പ്രഷറിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഇതാണ് ചുള്ളിക്കാറ്റൊക്കെ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം എന്ത് ചെയ്യുന്നു, ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു എന്നാണ് പറയുന്നത്. ആ പറയുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീയിൽ ഹൈ പ്രഷറും അതുപോലെ ഹൈ പ്രഷർ ഇവിടെ എന്തുവാണ്, ഇവിടെ ലോ പ്രഷറുമാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ആ കാറ്റ് എങ്ങോട്ടേക്ക് വരും, ലോ പ്രഷറിലുള്ള ഇന്ത്യയിലേക്ക് വരികയും അവിടെ ഈ പറയുന്ന ഏത് റീജിയനിലാണ്, നമ്മുടെ ഏകദേശം ഇത് പടിഞ്ഞാറ് അതുപോലെ വടക്ക് പടിഞ്ഞാറ് റീജിയൻസിൽ എന്ത് ചെയ്യുന്നു, മഴയ്ക്കും അതുപോലെ തന്നെ മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെയാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ വിളിച്ചത്, പഞ്ചാബിലാണ് ശൈത്യകാലത്ത് എന്ത് ചെയ്യുന്നത്, മഴ ലഭിക്കുന്നത്, ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥത മൂലം. ഓക്കെ, ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. ഇനി പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ട്രോപ്പോപാസിലൂടെയുള്ള ശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അതുകൊണ്ട് നോക്കാം എന്താണെന്നുള്ളത്. Subtropical westerly jet streams. A jet stream is a high altitude wind current that flows from west to east. അതായത് ഒരു നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള, അതായത് നല്ല ഹൈറ്റുള്ള എന്നുള്ളതാണ്, നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള വിൻഡ് കറണ്ടാണ്, അതായത് കാറ്റാണ്. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന ടൈപ്പ് കാറ്റുകളാണ്. അതിനാണ് നമ്മൾ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇക്വേറ്റർ ആൻഡ് ദ പോൾസ് ആൻഡ് ദ എർത്ത് റൊട്ടേഷൻ. അതായത് ഈ സാധനം മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയും അതുപോലെ തന്നെ നമ്മുടെ ധ്രുവപ്രദേശങ്ങളും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, താപനില വ്യത്യാസവും പിന്നെ എർത്തിൻ്റെ റൊട്ടേഷനെയും ബേസ് ചെയ്തായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ദ സബ്ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് ഷിഫ്റ്റ് സൗത്ത്വേർഡ് ഡ്യൂറിംഗ് ദ വിന്റർ ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ദ പാത്ത് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. അതായത് സബ്ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീമുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുമെന്നാണ് പറയുന്നത്, സൗത്ത് വേർഡ്, അതായത് തെക്കോട്ട് ഷിഫ്റ്റ് വരുന്നുണ്ട് ഡ്യൂറിങ് ദ വിന്റർ, ശൈത്യകാലത്ത്, ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ പാത്ത് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസിൻ്റെ ദിശ എന്ത് ചെയ്യുന്നുണ്ട്, ദിശയ്ക്ക് വ്യത്യാസം വരുത്തുന്നത് ഈ പറയുന്ന ജെറ്റ് പ്രവാഹങ്ങളാണെന്നാണ് പറയുന്നത്. ദ ജെറ്റ് സ്ട്രീം ബ്രിങ്സ് ദ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ടുവേഴ്സ് ഇന്ത്യ. അപ്പോൾ ഈ പറയുന്ന ജെറ്റ് പ്രവാഹങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ഈ പറയുന്ന കാറ്റിനെ കൊണ്ടുവരുന്നത്. വേർ ദേ കോസസ് പ്രസിപ്പിറ്റേഷൻ, അവിടെ എന്ത് ചെയ്യുന്നു, മഴയുണ്ടാക്കുന്നു അല്ലെങ്കിൽ മഞ്ഞുവീഴ്ച ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ജെറ്റ് പ്രവാഹങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത് ഏതെങ്കിലും പുതിയ വരുന്ന ടെക്സ്റ്റിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മാത്രം പോയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പശ്ചിമ അസ്വസ്ഥത എന്ന് ക്ലിയർ ആയല്ലോ. ജെറ്റ് പ്രവാഹങ്ങളെ പറ്റിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് വരും, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. നമുക്ക് റിട്ടേൺ ടെക്സ്റ്റ് കണ്ടന്റ് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ഗൂഗിൾ ചെയ്ത് നമുക്ക് ഐഡിയ മനസ്സിലാക്കാനേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഏതാണ്, ശൈത്യകാലം. ഇന്ത്യയിൽ ശൈത്യകാലത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഉഷ്ണകാലം നോക്കാം.
ഉഷ്ണകാലത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആദ്യം ഒക്കെയാണ് എന്ത് പൊതുവെ ഇനി പറയുന്ന ഉഷ്ണകാലം വരുന്നത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉഷ്ണകാലത്തെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെയ് മാസത്തിലെ ഊഷ്മാവിൻ്റെ വിതരണക്രമം ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തും. അതായത് മെയ് മാസത്തിൽ എങ്ങനെയാണ് ചൂടെന്ന് നോക്കിയേ എവിടെയാണെന്ന്. ഇവിടെ 33 ഡിഗ്രി ഉണ്ട്. എവിടെയാണ് ഈ പറയുന്ന ഡൽഹി ആ ഒരു ഏരിയയിൽ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് 33 ഡിഗ്രി ഉണ്ട്. ഗുജറാത്തിൽ 29, ഒഡീഷയിൽ 28, അതുപോലെ ഇത് എവിടെയാണ് ഇത് ആന്ധ്ര 24, 25 കർണാടകയിൽ, 23 കേരളത്തിൽ. അപ്പോൾ ഏറ്റവും കുറവ് എവിടെ? കേരളം. അപ്പം വടക്കുന്ന് തെക്കോട്ട് വരുന്നതോറും താപനില എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞാണ് വരുന്നത്. ഏത് കേസിലാണ് ഈ പറയുന്ന നമ്മുടെ ചൂട്, അതായത് ഉഷ്ണകാലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലാണെന്ന് കണ്ടു. അതായത് നിങ്ങൾ നോക്കിയതാ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രദേശമാണ്. ഇതെന്താണ്? ഇവിടെ വല്ല തീരപ്രദേശം വല്ലതും ഉണ്ടോ? ഇല്ല. തീരത്ത് നിന്ന് അകലെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സമുദ്ര സാമീപ്യം മൂലമാണ് ഈ കിടക്കുന്ന ഏരിയകളിലെല്ലാം 30 താഴെയാണ് ടെമ്പറേച്ചർ. 23, 25, 29, 28, 24 എന്നും പറഞ്ഞ് സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ടാണ് അവയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്തേക്കുന്നത്? കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ താപനില എന്താണ്? വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി എന്ത് എഴുതിയേക്കുന്നത്? തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയാം, നമുക്ക് സമുദ്ര സാമീപ്യമാണെന്ന് പറയാം. ഇനി സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. എന്താണ് സൂര്യൻ്റെ ഉത്തരായന കാലം? നേരത്തെ പറഞ്ഞ കണക്ക് സൂര്യന് നമ്മൾ പറയുമ്പോൾ 0 ഡിഗ്രി ഉണ്ട്. ഇവിടെ 23.5 ഡിഗ്രി നോർത്ത് നമ്മുടെ ഉത്തരായന രേഖയുണ്ട്, 23.5 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖയുണ്ട്. അപ്പോൾ സൂര്യൻ ഇക്വേറ്ററിൽ നിന്ന് അഥവാ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് നീങ്ങുന്ന ആ കാലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്തരായനം, സൂര്യൻ്റെ ഉത്തരായന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ എന്തായിരിക്കും? ഉഷ്ണകാലമായിരിക്കും. കാര്യം എന്താ? ഇപ്പോൾ ഈ പറയുന്ന സൂര്യൻ ഇപ്പോൾ എങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ പൊതുവെ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? ഇന്ത്യയിൽ ഉഷ്ണകാലമായിരിക്കും. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ്. അപ്പോൾ രാജസ്ഥാൻ തൻ്റെ ഇതാണ്. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഉള്ള ഏതോ ഒരു പ്രദേശമാണ് ഈ പറയുന്ന ബാമർ എന്ന് പറയുന്നത്. ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശിക വാദങ്ങളുണ്ട്. അതിലുള്ളതാണ് ലൂ ഉണ്ട്, മാംഗോ ഷവേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന്. ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ച് ചെക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിൽ ഒന്നുകൂടെ ഉണ്ട്. അതൊന്നുകൂടെ പോയി നോക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട്. കാൽ വൈശാലിയുടെ കാര്യം എന്താണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് എന്ത്? കാൽ വൈശാലി. അപ്പോൾ പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇതാണ് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. അവിടെ ഈ പറയുന്ന ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ മഴയാണ്, ശക്തമായ മഴയാണ് എന്ത്? കാൽ വൈശാലി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പം ഭയങ്കര മീൻസ് ബഹളം ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു കാറ്റാണ്. ആലിപ്പഴ വീഴ്ചയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ സവിശേഷതകളാണ്. ഈ കാറ്റാണ് എന്ത്? കാൽ ബൈശാലി. എവിടെയാണ് വീശുന്നത്? വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാളിലാണ് വീശുന്നത്. ഇനി നമുക്ക് മൺസൂണിലോട്ട് വരാം. 2 തരത്തിലുള്ള മൺസൂണാണ് നമുക്കുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂണും. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പടം നോക്കിയേ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾ അതൊന്നുകൂടെ നോക്കണം. കാര്യം അതിൽ കുറേ കൂടെ ബെറ്ററായിട്ട് കഥകളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, പുതിയ ടെക്സ്റ്റിനകത്ത് കുറേ കൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതിയാണ് എന്ത് ചെയ്തേക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. എങ്ങോട്ട്? എവിടെ നിന്നാണ്? തെക്ക് കിഴക്ക്, അതായത് ഇത് തെക്ക്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്. അപ്പോൾ ഇത് ഇങ്ങനെയല്ലേ വീശുന്നത്? ഏതാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന്. ഓക്കെ, അപ്പം ഈ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. ഈ കാറ്റ് മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഈ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. അപ്പം ഏത് സമയത്താണ്? ജൂൺ, ജൂലൈ സമയം എഴുതിയിട്ടില്ലേ? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് സൂര്യൻ എവിടെ ആയിരിക്കും? ഈ പറയുന്ന ഇതിലെ എങ്ങാണ്ടാണ് നമ്മുടെ എന്ത് പോകുന്നത്? 23.5 ഡിഗ്രി പോകുന്നത്. അപ്പോൾ അതിൽ ആ സമയത്ത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ന്യൂനമർദ്ദമായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഹൈ പ്രഷറും ആയിരിക്കും. ഉച്ചമർദ്ദം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഹൈ പ്രഷറാണ്. അപ്പം ഹൈ പ്രഷറും ലോ പ്രഷറും ഉണ്ടെങ്കിൽ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടടിക്കും? ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റടിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കാറ്റ് ഇങ്ങനെ വരുന്ന കാറ്റിനെ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നത്? ഈ കാറ്റ് എൻഡ് ചെയ്ത്. കാര്യം എന്താ? ഇവിടെ ആരുണ്ട്? പശ്ചിമഘട്ടം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അവിടെ അങ്ങ് എൻഡ് ചെയ്യും.
ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം ആ കാറ്റിനെ തടഞ്ഞു നിർത്തി പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എന്ത് ചെയ്യിപ്പിക്കും? മഴ പെയ്യിക്കും. അതായത് ഈ റീജിയനിലൊക്കെ എന്ത് ചെയ്യും? ഇവിടെ മഴ പെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതിനിങ്ങോട്ട് എഴുതി കാണും. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദവും നിലനിൽക്കുന്നതിനാൽ ഇത് തെക്ക് നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്ത് സൂര്യൻ്റെ ഉത്തരായന കാലമാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ലോ പ്രഷറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഹൈ പ്രഷറുമാണ്. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷറിലോട്ട്, അഥവാ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശും. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് വീശാനിടയാക്കുന്നു. കൊറിയോലിസ് പ്രവാഹത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നവിടെ? ഇത് അവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കോണം. അതായത് ദിശാമാറ്റത്തിൻ്റെ കാര്യമാണ്. ഇവിടെ നിന്ന് കാറ്റ് നേരെ അടിക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും? അത് എങ്ങോട്ട് തിരിയുമെന്നാണ് പറയുന്നത്? കാറ്റുകൾക്ക് വലത്തോട്ട് തിരിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയെന്നല്ല, അതിന് വേറെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ കാറ്റ് വീശുമ്പോൾ കൊറിയോലിസ് പ്രവാഹത്തിൻ്റെ ഇതുകൊണ്ട് വലത്തോട്ട് ചരിവുണ്ടാവും. ഓക്കെ, അതുപോലെ ഇവിടെ ആണെങ്കിൽ തിരിച്ച് എങ്ങോട്ടാണ്? ഇടത്തോട്ട് ചരിവുണ്ടാവും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, വലത്തോട്ടും ഇടത്തോട്ടും ചരിവ് വരും അതിൻ്റെ ദിശയ്ക്ക്. അതിൻ്റെ കാര്യമാണ് അത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് നോക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവിടെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊറിയോലിസ് പ്രവാഹത്താൽ ഈ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തുന്നു. അതുകൊണ്ടാണ് ഇത് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഈ ഡയറക്ഷൻ ചേഞ്ച് വരത്തില്ല എന്ന്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഇന്ത്യൻ ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി കാരണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ശാഖകളായി പിരിഞ്ഞ് കരയിലേക്ക് പ്രവേശിക്കുന്നു. ഒന്ന് അറബിക്കടൽ ശാഖയും ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. അതായത് ഇതാണ്ട് ഈ പോകുന്നത് അറബിക്കടൽ ശാഖയാണ്. ഇത് അറബിക്കടൽ ശാഖയും ഇത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. രണ്ടായിട്ട് തിരിയുക. ആ ഉപദ്വീപിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് അങ്ങനെ തിരിയുന്നത്. ഓക്കെ, എന്നിട്ട് ജൂൺ ആരംഭത്തോടെ കേരള തീരത്തെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴ നൽകുന്നു. കാര്യം എന്താ? ആ പശ്ചിമഘട്ടം അതിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് അവിടെ മഴ പെയ്യിപ്പിക്കുന്നത്. അത് മഴ തരുന്നത് ഈ പറയുന്ന അറബിക്കടൽ ശാഖയാണ്. മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയെ ആര് തടഞ്ഞു നിർത്തുന്നു? പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിൽ, അഥവാ ഈ ഭാഗത്തുള്ള കേരളം, കർണാടക ആ തീരങ്ങളിൽ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിപ്പിക്കുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത എന്താ? ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അവിടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കേരളത്തിൽ വ്യാപക മഴ നൽകുന്നുണ്ട്. തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് പോകുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മൂലം നന്നായിട്ട് മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഓക്കെ, ഇനി ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മഴ ലഭിക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പം മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു അരാവലി അല്ലെങ്കിൽ ആരവല്ലി പർവ്വതനിരകളുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഈ പറയുന്ന കാറ്റ് അങ്ങോട്ട് കയറിയിട്ട് ഇതിൽ ഈ പറയുന്ന ആരവല്ലി നിരകൾക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങോട്ട് പോകും. അതായത് ഇവിടെ വരെ ഈ പറയുന്ന രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന ആ റീജിയൻ വരെ പോകും. എന്നിട്ട് ഇവിടെ നിന്ന് എന്തുവാണ്? ഇവിടെ നിന്ന് കയറി വരുന്ന കാറ്റ്, അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്ന് വരുന്ന കുറച്ച് കാറ്റ് ഇവിടെ വന്ന് എന്ത് ചെയ്യും? ജോയിൻ ചെയ്തിട്ട് അവിടെ മഴ പെയ്യിപ്പിക്കും. ഈ പറയുന്ന ആരവല്ലി തടഞ്ഞു നിർത്തുന്ന കാറ്റാണെങ്കിൽ അല്ലേ രാജസ്ഥാനിൽ മഴ പെയ്യൂ, അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്ങാനും കാറ്റ് വന്നാലല്ലേ രാജസ്ഥാനിൽ മഴ പെയ്യൂ. ഇതിന് സമാന്തരമായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് രാജസ്ഥാനിൽ എന്ത് ചെയ്യത്തില്ല? മഴ ലഭിക്കത്തില്ല. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? അവിടെ ചൂടായിരിക്കും, അല്ലെങ്കിൽ അവിടെ മഴ ഇല്ലാത്ത പ്രദേശമായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതാണ് എഴുതിയേക്കുന്നത്. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ, അതായത് നമ്മുടെ അറബിക്കടൽ ശാഖയുടേതാണ്. ആരവല്ലി പർവ്വതങ്ങൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാൻ എന്ത് ചെയ്യുന്നില്ല? മഴ പെയ്യിപ്പിക്കുന്നില്ല. വലുതായിട്ട് മഴ പെയ്യുന്നില്ല. അവിടെ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. ഇനി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. അതായത് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ കാര്യമാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? സുന്ദർബൻസിലൂടെ കയറി എങ്ങോട്ട് പോകുന്നു? ഒന്ന് ഇങ്ങോട്ടും പോകും, ഒന്ന് ഇങ്ങോട്ടും പോകും. ഈ ഭാഗത്തോട്ട് വരുന്ന ഇവിടെയുള്ള ബ്രഹ്മപുത്ര സമതലം, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യിക്കുന്നുണ്ട്. മറ്റേ ബാക്കിയായിട്ട് പോയ ആ ഭാഗം എങ്ങോട്ട് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന ഉത്തര പർവ്വത മേഖലയ്ക്ക് സമാന്തരമായി പോയിട്ട് ഇവിടെ നിന്ന് വരുന്ന ശാഖയായിട്ട് ജോയിൻ്റായി മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം ഇനി പറയുന്നുണ്ടായിരിക്കും, വായിച്ചു നോക്കാം.
ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ എന്ത് ചെയ്യുന്നു? കനത്ത മഴ നൽകുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ഓക്കെ, ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ, അതായത് ഏതിലേക്ക് കയറി പോകുന്നത്? ഇത് ഈ ഏരിയ ഗംഗാ സമതലമാണ്. ഇവിടെ പഞ്ചാബ്, ഹരിയാന, ഇവിടെ മരുസ്ഥലി ബഹാർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഗംഗാ സമതലത്തിലൂടെ ഇങ്ങോട്ട് പോകുന്ന ആ പോണ വഴി എല്ലാം എന്ത് ചെയ്യും? മഴ പെയ്പ്പിച്ചാണ് പോകുന്നത്. പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യുന്നത്? പശ്ചിമ ബംഗാളുണ്ട്, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേരുന്നു. ഞാൻ പറഞ്ഞ പഞ്ചാബ്, ഹരിയാന സമതലമില്ലേ, അവിടെ ചെന്നിട്ട് ഇവർ രണ്ടും കൂടെ തമ്മിൽ എന്താവുന്നു? ജോയിൻ്റ് ആവുന്നു. ഈ ഒരു റീജിയനിൽ ഇവിടെ നിന്ന് വന്ന അറബിക്കടൽ ശാഖയും ഇവിടെ നിന്ന് സ്പ്ലിറ്റായി വന്ന ബംഗാൾക്കടൽ ശാഖയും കൂടെ ജോയിൻ്റ് ആവുന്നു. എന്നിട്ട് അവിടെ അത് രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് എവിടെയാണ് മഴ പെയ്പ്പിക്കുന്നത് നന്നായിട്ട്? അത് ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിൽ എന്ത് ചെയ്യുന്നു? കനത്ത മഴ നൽകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂണാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്കുള്ളത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ്. സെപ്റ്റംബർ. അപ്പോൾ ഈ കാലഘട്ടം എവിടെയായിരുന്നു? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ് പറഞ്ഞത്. ഇനി അടുത്ത മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്താണ്? സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. പിക്ചറുണ്ടോ? ഇവിടെ. അതായത് ഇത് ഏത് സമയമാണ്? സെപ്റ്റംബർ കഴിയുമ്പോൾ സൂര്യൻ എങ്ങോട്ട് വീണ്ടും പോവും? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മൂവ്മെൻറ്റ് തുടങ്ങും. അതായത് നേരത്തെ ഇവിടെ ആയിരുന്നു, മീൻസ് ഈ ഒരു ഏരിയയിലായിരുന്ന സൂര്യൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? 0 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇവിടെ 0 ഡിഗ്രി വരും. അപ്പോൾ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഉത്തര സമതലം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ ഭാഗത്ത് എന്ത് വരും? ഹൈ പ്രഷർ വരും. ഓക്കെ, അപ്പം സൂര്യൻ ഇവിടെ അല്ല, സൂര്യൻ അവിടെ നിന്ന് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്? ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഹൈ പ്രഷർ? സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിന്, അതായത് കറൻലി സൂര്യൻ എവിടെ ഇല്ല. സൂര്യൻ ഈ പറയുന്ന പ്രദേശങ്ങളിലൊന്നും ഇല്ല. സൂര്യൻ ഇവിടെ കഴിഞ്ഞു പോയി. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണായനം അല്ലേ? ദക്ഷിണായനം എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് 23.5 ഡിഗ്രി സൗത്തിലോട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരില്ല? കറൻലി സൂര്യൻ ഇല്ല. സൂര്യൻ ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. അതായത് താപനില കൂടുമ്പോൾ എന്തായിരിക്കും? പ്രഷർ കുറയും. താപനില കുറയുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്. തന്നല്ലോ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു അവിടെ? പ്രഷർ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കുറയും. താപനില കൂടി ചൂട് പിടിച്ച വായു എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു, പ്രഷർ കുറയുന്നു, അങ്ങനെയുള്ള സംഭവമാണ്. അതുപോലെ താപനില കുറയുമ്പോൾ പ്രഷർ കൂടുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ സ്ഥലത്ത് ആരില്ല? സൂര്യനില്ല. സൂര്യൻ ഇപ്പോൾ ഇതിലേ പോയിക്കൊണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ദക്ഷിണായന രേഖ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ദക്ഷിണായന കാലഘട്ടത്തിലാണ് സൂര്യൻ. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്ര പ്രദേശത്ത് ഹൈ പ്രഷറും ഈ സമുദ്രത്തിൽ എന്തായിരിക്കും? ലോ പ്രഷറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും കാറ്റ്? ഇപ്പോൾ എവിടെ ഇരിക്കുന്ന കാറ്റ്? ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദവും ആയതിനാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണക്ക് തന്നെ ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്ക് കാറ്റ് വീശും? ലോ പ്രഷറുള്ള സ്ഥലത്തേക്ക് കാറ്റ് വീശും. കാറ്റ് വീശുന്നു. ഈ കാറ്റുകളുടെ സഞ്ചാരഗതിയാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വളഞ്ഞാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതെന്ത് കാറ്റുകളാണ്? വരണ്ട കാറ്റുകളാണ്. ഇതെന്ത് ചെയ്യുന്നില്ല? പൊതുവെ മഴ ഉണ്ടാക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഈ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇതിൻ്റെ ദിശ നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? വടക്ക് കിഴക്കെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? കാറ്റ് വീശുന്നത്. ഓക്കെ, ഇനി എന്താ എഴുതിയേക്കുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. അതായത് ഈ കാലഘട്ടം തുടങ്ങുന്നത് എപ്പോഴാണ്? മഴക്കാലം അവസാനിച്ചിട്ടും ഈ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് എന്താരംഭിക്കും? തണുപ്പ് കാലം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കാലം, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് മഴക്കാലത്തിൻ്റെയും ശൈത്യകാലത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഇടവേളയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യയിൽ ഒട്ടാകെ
അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. അതായത് ഈ സമയത്ത് എന്താണ്, ഇവിടെ ഹൈ പ്രഷർ അല്ലേ, അതുകൊണ്ടും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കാറ്റ്, ആ ഒരു മീൻസ് ഒരു മൂവ്മെൻ്റ് ഇല്ലേ, കാറ്റുണ്ടല്ലോ, അതും കൂടെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ഉയർന്ന ഊഷ്മാവും അതുപോലെ ആർദ്രതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പകൽ സമയങ്ങൾ വളരെ ദുസ്സഹമായിരിക്കും. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഒക്ടോബർ ചൂടെന്ന് അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാൻഡൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് എന്തോ ചെയ്ത്, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ അതായത് ഇത് ഹൈ പ്രഷർ ആണല്ലോ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാറ്റിന് എങ്ങോട്ടേക്കും വ്യതിയാനം ഉണ്ടാവും. ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിലോട്ട് എന്ത് ചെയ്യും, അത് പോവും. ഓക്കെ, അത് അങ്ങോട്ട് പോയിട്ട് എന്ത് സംഭവിക്കും, ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ കാറ്റ് ഈ ലോ പ്രഷർ റീജിയനിൽ വരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ട് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശി. ഈ പറയുന്ന ഇവിടെയാണ് എന്തുള്ളത്, പൂർവ്വഘട്ടം ഉള്ളതും അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ കാറ്റുകളെ പൂർവ്വഘട്ടം തടഞ്ഞു നിർത്തി എവിടെ മഴ പെയ്യിപ്പിക്കും, ഈ തമിഴ്നാട് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാൻഡൽ തീരത്ത്, പ്രത്യേകിച്ച് ഏത് സ്ഥലത്ത്, നമ്മുടെ തമിഴ്നാട് തീരപ്രദേശത്ത് കനത്ത മഴയ്ക്ക് എന്ത് ചെയ്യുന്നു, കാരണം ആകുന്നു. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്താണ് കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നത്. ഈ പറയുന്ന എന്താണ്, വടക്ക് കിഴക്കൻ മൺസൂണിൽ വലിയ മഴയൊന്നും ലഭിക്കത്തില്ല. ഓക്കെ, ആ സമയത്ത് മഴ കൂടുതൽ ലഭിക്കുന്നത് ഏതിലാണ്, തമിഴ്നാട്ടിൽ മഴ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളം, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ മഴക്കാലം എന്ന് പറയുന്നത് ഈ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടമാണ്. അപ്പോൾ മൺസൂൺ ഓക്കെ അല്ലേടെ, കുഴപ്പമില്ലല്ലോ, നോയോ, എന്തിനോ കുഴപ്പമില്ലെന്നാണോ, കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ത്യയിൽ മഴയുടെ വിതരണം. ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ അളവിലാണ് മഴ ലഭിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എന്തുവാണ്, ഈ പറയുന്ന കാലഘട്ടവും ശൈത്യകാലം മഴക്കാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊന്നും എന്തല്ല, ഒരു ഫിക്സഡ് ഇതിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്താണ്, മഴയ്ക്ക് തോന്നുമ്പോഴാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാത്തേന് മറ്റേ എന്താണ് എൽ നിനോ ലാനിനോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കാരണം ആകെ കൊണ്ട് ഒരു വല്ലാത്ത രീതിക്കുള്ള മഴക്കാലമാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. എപ്പോഴാണ് മഴ പെയ്യുന്നത്, എപ്പോഴാണത് നിൽക്കുന്നത്, എപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ഇത് മഴയുടെ ഒരു പിക്ചറാണ്. നോക്കിയാണ് ഈ ഡോട്ട് കിടക്കുന്നതെല്ലാം 200 സെൻറ്റിമീറ്ററിൽ 60 സെന്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. നോക്കിയാണ് എവിടെയൊക്കെ ഉണ്ട്, ഈ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കുറച്ച് റീജിയൻസ് ഉണ്ട്. അതായത് കർണാടക, മഹാരാഷ്ട്ര, പിന്നെ എന്താണ് ഗുജറാത്തിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനുണ്ട്. ഈ ഭാഗങ്ങൾ ഇവിടെ മഴയൊന്നുമല്ല, ഇവിടെ മഞ്ഞുവീഴ്ചയൊക്കെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ലഡാക്ക് ആ ഏരിയ ഉണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുള്ള 60 സെന്റിമീറ്ററിൽ കുറവാണ് മഴ ലഭിക്കുന്നത്. ഇനി 60-നും 100-നും ഇടയ്ക്ക് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ഈ മാർക്ക് ചെയ്തേക്കുന്ന റീജിയൻസ്. അതായത് ഈ കുത്തുകുത്തുള്ളത്, അതായത് നമ്മുടെ തമിഴ്നാടുണ്ട്, ആന്ധ്ര, തെലങ്കാന ആ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശുണ്ട്, പഞ്ചാബ്, ഹരിയാന ആ ഒരു റീജിയനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ട 100 മുതൽ 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗങ്ങളിലുണ്ട്. അതായത് ഈ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയ്ക്കുള്ള നമ്മുടെ പശ്ചിമ തീര സമതലം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര സമതലം ആ ഏരിയയിൽ 100 മുതൽ 200 വരെയും അതുപോലെ 200 സെൻറ്റിമീറ്ററിൽ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ട്. ആണോ ഇത് എന്ത് വരുന്നത്, ഇത് കിഴക്കൻ തീരമാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് മഴ ലഭിക്കുന്നത്, മറ്റേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയില്ലേ, അതിൻ്റെ കാര്യമാണ്. അത് കാരണം ലഭിക്കുന്നുണ്ട്. പിന്നെ വടക്ക് കിഴക്കൻ മൺസൂണിൽ ഈ ഭാഗത്താണ് മഴ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തുവാണ്, ഇവിടെ ഈ ഭാഗങ്ങളിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ആ ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ മഴയുടെ വിതരണം. ഓക്കെ, കൂടുതലും എന്താണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലും ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിലും എന്തുണ്ട്, നല്ല രീതിക്കുള്ള മഴയുണ്ട്.
വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന തലക്കെട്ടിനെ അനർഹമാക്കുന്നതാണ് ഇന്ത്യയുടെ ഓരോ ഭൂമിശാസ്ത്ര സവിശേഷതയും. ഭൂപ്രകൃതി, കാലാവസ്ഥ, ജീവിത രീതി, സംസ്കാരം, സസ്യജന്തുജാലങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലയിലും ഈ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സമൃദ്ധിക്ക് അടിസ്ഥാനം. ഈ വൈവിധ്യങ്ങളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. DN. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞത് കറണ്ട് എപ്പോൾ വേണേൽ പോവാം, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഇച്ചിരി സ്പീഡായിരുന്നു എനിക്കറിയാം. ഓക്കെ, അത് ഈ നമുക്ക് കറണ്ട് ഒരു പ്രശ്നമാണ്, മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് സ്പീഡിയാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. നമ്മൾ ഓൾറെഡി കുറേ കഥ പറഞ്ഞതാണ്. നമ്മൾ ഇത് തുടങ്ങിയത് എവിടെ തൊട്ടായിരുന്നു? നമ്മൾ തീരസമതലങ്ങൾ തൊട്ടാണ് തുടങ്ങിയത്. അഥവാ ഇത് എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ട് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ തീരസമതലം എന്ന് വിളിക്കുന്നത്. 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം, 2 കിഴക്കൻ തീരസമതലം. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ഈ റീജിയനാണ് പൊതുവേ കനം കുറവാണ്. അവിടെ എന്തുവാണ്, കായലുകളും അഴിമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതിനാ മെയിനായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കിഴക്കൻ തീരസമതലം എന്ന് പറയുമ്പോൾ പൂർവ്വഘട്ടത്തിനും അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ കാണപ്പെടുന്ന കുറച്ചുകൂടെ വീതിയുള്ള പ്രദേശമാണ്. ഏതിനെ അപേക്ഷിച്ച്? പടിഞ്ഞാറൻ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്തിന് കുറച്ചുകൂടെ വീതിയുണ്ട്. സുന്ദർവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണിത്. അവിടെ കോറമാൻഡൽ തീരമെന്നും വടക്കൻ സിർക്കാസ് തീരമെന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഡെൽറ്റ രൂപീകരണം നടക്കുന്ന ഒരു തീരം കൂടിയാണ് ഈ ഏരിയയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താ, ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലെന്താണ്? അവരിൽ നമ്മളിപ്പം ആദ്യം പറഞ്ഞ പടിഞ്ഞാറൻ തീരത്തെ പൊതുവേ എന്താണ് സൈസ്, മീൻസ് എന്താണ് ഈ പറയുന്ന ഏരിയ കുറവാണ്. അതുകൊണ്ട് അവിടെ ഉള്ളവരുടെ കൂടുതൽ അവർ തെങ്ങ് കൃഷിയും അതുപോലെ മത്സ്യബന്ധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പൂർവ്വഘട്ടം ആകുമ്പോഴത്തേക്ക് അവിടെ നെൽകൃഷിക്കുള്ള ചാൻസുകൾ കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ്വീപുകളിലേക്ക് വന്നു. 2 ദ്വീപുകളുടെ കാര്യമാണ് പഠിച്ചത്. ഒന്ന് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏത് കടലിലാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. 36 ദ്വീപുകളുണ്ട് എങ്കിലും 10-11 ദ്വീപുകളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജനവാസം മേഖലയായിട്ടുള്ളൂ. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? കവരത്തി ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഏതായിരുന്നുണ്ട്, പിന്നെ അവിടെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെയും മത്സ്യബന്ധനവും അതുപോലെ എന്താണ് ഒരു കേന്ദ്രങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ലഗൂണുകളും മണൽ തീരങ്ങളും പവിഴപ്പുറ്റുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിലുള്ള 200ഓളം ദ്വീപുകൾ അടങ്ങിയിട്ടുള്ള ആൻഡമാൻ ദ്വീപുകളും 19ഓളം ദ്വീപുകൾ അടങ്ങിയിട്ടുള്ള നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെയാണ് ബാരൻ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏക അഗ്നിപർവ്വതമാണത്. പിന്നെ നമ്മൾ പറഞ്ഞത് പോർട്ട് ബ്ലെയർ ആണ് അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേയറ്റമായിട്ടുള്ള ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേയറ്റമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നു പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് എന്ത് പറഞ്ഞു? ആ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാലാവസ്ഥയിലേക്കാണ് വന്നത്. നമുക്ക് പൊതുവേ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമുണ്ട്, ഭൂപ്രകൃതിയുണ്ട്, സമുദ്ര സാമീപ്യമുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഉണ്ട്. അതിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ 4 കാലങ്ങളാണ് പറയുന്നത്: ശൈത്യകാലം, ഉഷ്ണകാലം, പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലവും എന്നും പറഞ്ഞ് 4 കാലങ്ങൾ പറയുന്നുണ്ട്. പൊതുവേ ശൈത്യകാലം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി കാലങ്ങളിലാണ്. ഈ സമയത്ത് സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത്? സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലോട്ടാണ് പോകുന്നത്, അഥവാ സൂര്യൻ്റെ ദക്ഷിണായന സമയമാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ആ ഭാഗത്ത് എന്തായിരിക്കും? തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവേ എന്തായിരിക്കും അവിടെ തണുപ്പ്, ശൈത്യകാലമായിരിക്കും അനുഭവപ്പെടുന്നത്. ശൈത്യകാലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യയിലാണ്. കാര്യം ശൈത്യകാലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തീവ്രത കൂടുതലുള്ളത് എവിടെ ആയിരിക്കും? ഈ പറയുന്ന ഉത്തരേന്ത്യയിലായിരിക്കും. പകൽ ചൂടിൻ്റെ കണക്കെടുത്ത് നോക്കിയാലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ചൂട് കുറവും, കേരളത്തിലൊക്കെ എന്തായിരിക്കും അപ്പോഴും നല്ല ചൂട് കാണും. ഓക്കെ, അപ്പോൾ താപനില തെക്ക് നിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് ഈ ശൈത്യകാലത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ആ ഒരു പ്രദേശത്തിന് എന്താണ് ചൂട് അല്ലെങ്കിൽ തണുപ്പ്, അതിന് ഈ പറയുന്ന സമുദ്ര സാമീപ്യവും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പശ്ചിമ അസ്വസ്ഥത എന്തുവാണെന്ന് പറഞ്ഞായിരുന്നു. അതായത് എവിടെ നിന്ന് എങ്ങോട്ട് കാറ്റടിക്കും? ഈ പറയുന്ന മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് കാണിച്ചായിരുന്നല്ലോ. മെഡിറ്ററേനിയൻ കടലിൽ ഈ സമയത്ത്, അതായത് ഈ ശൈത്യകാല സമയത്ത് അവിടെ എന്തായിരിക്കും? അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ മുകളിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പം ആ കാറ്റ് എങ്ങോട്ടേക്ക് അടിക്കും? ഇന്ത്യയിലേക്ക് അടിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്ന ഒരു തരം കാറ്റുകളാണ്. അപ്പോൾ ആ കാറ്റുകൾ മൂലം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് കാറ്റടിക്കുകയും അത് ഏത് പ്രദേശങ്ങളിൽ? പടിഞ്ഞാറൻ മീൻസ് പഞ്ചാബ്
സമതലമില്ലേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുകയും അത് ആ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരവുമാണെന്ന് പറയുന്നുണ്ട്. അതിനെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ഉഷ്ണകാലത്തിലേക്കാണ് വന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അത് എപ്പോഴാണ്, സൂര്യൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത്? ഉത്തരായന കാലഘട്ടമാണ്. സൂര്യൻ ഉത്തരായന രേഖ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന് പറയുന്ന പ്രദേശത്താണെന്ന് പറഞ്ഞു. ഈ സമയത്ത് വീശുന്ന കുറച്ച് പ്രാദേശിക വാദങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൂ, മാംഗോ ഷവർ, പിന്നെ കാൽ വൈശാലി, പശ്ചിമ ബംഗാളിൽ വീശുന്ന കാറ്റാണ്. ഓക്കെ, ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാറ്റാണത്. അതായത് ഇടിയോട് കൂടിയ മഴയും അതുപോലെ അലറുന്ന കാറ്റുകളും ആലിപ്പഴ വീഴ്ചയൊക്കെ ഉള്ള ഒരു മഴയാണ്, കാറ്റാണ് ഈ പറയുന്ന, ശക്തമായിട്ടുള്ള മഴയാണ് ഈ പറയുന്ന കാൽവൈശാലി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ മൺസൂണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2 തരത്തിലുള്ള മൺസൂൺ ഉണ്ട്. ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, പിന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ എങ്ങോട്ട് പോകുന്നു, സൂര്യൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എങ്ങോട്ട് തന്നെ പോയോ, സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുക ഉത്തരഭാഗങ്ങളിൽ. അപ്പോൾ ഇവിടെ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ എന്താണ്, ഇവിടെ ലോ പ്രഷർ ആയിരിക്കും, സമുദ്രത്തിൽ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റടിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ കാറ്റ് 2ആയിട്ട് പിരിഞ്ഞ് 2 ശാഖകളായി പോകുന്നു. ഈ സൈഡിലോട്ട് പോകുന്നതിന് നമ്മൾ അറബിക്കടൽ ശാഖയെന്നും ഇപ്പുറത്തോട്ട് പോകുന്നതിന് നമ്മൾ ബംഗാൾ ഉൾക്കടൽ ശാഖയെന്ന് വിളിക്കുന്നു. ഈ അറബിക്കടൽ ശാഖ പോകുന്നത് പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുന്നു. അപ്പോൾ കേരളം, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങൾ, ഗുജറാത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ഭാഗം ഗുജറാത്തിലൂടെ കടന്ന് അരാവലി നിരകൾക്ക് സമാന്തരമായി സഞ്ചരിച്ച് എവിടെ ചെന്നെത്തുന്നു, ഈ പഞ്ചാബ്, ഹരിയാന സമതലത്തിൻ്റെ ആ പ്രദേശങ്ങളിൽ ചെന്നെത്തുന്നു. ഓക്കെ, ഇനി പിന്നെ പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടലിൽ കൂടെ കടന്ന് എവിടെ എത്തുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നു. ഈ ഒരു മറ്റേ സുന്ദർബൻസ് ആ ഒരു റീജിയൻ വഴി കയറുമ്പോൾ 2ആയിട്ട് തിരിയുന്നു. ഒന്ന് ഇങ്ങോട്ടേക്ക് പോയി എങ്ങോട്ടാണ്, ഈ ഒരു റീജിയനിൽ പോകുന്നു, അതായത് നമ്മുടെ പഞ്ചാബ്, ഹരിയാന സമതലം ലക്ഷ്യമാക്കി പോകുന്നു. ആ പോണ വഴിയെ അവിടെ അത്രയും മഴ ലഭിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, ഇവിടെ ഇപ്പുറത്തെ സൈഡിലോട്ട്, അതായത് 2ആയിട്ട് തിരിയുന്നെന്ന് പറഞ്ഞില്ലേ, ഒന്ന് കിഴക്കോട്ട് പോകുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിൽ മഴ ലഭിക്കുന്നു, പടിഞ്ഞാറോട്ട് പോകുന്നത് ഗംഗാ സമതലത്തിൽ എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുന്നു. എന്നിട്ട് ഇവ രണ്ടും കൂടെ എവിടെ വെച്ച് കമ്പൈൻ ചെയ്യുന്നു, പഞ്ചാബ്, ഹരിയാന സമതലം ആ റീജിയനിൽ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേ ഭാഗങ്ങളിൽ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അതപ്പോൾ അത്രയും പറയുമ്പോഴത്തേക്ക് ആ സെക്ഷൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, അതിൻ്റെ മഴയുടെ കാര്യം എല്ലാം പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ് പറഞ്ഞത്. അതായത് കാറ്റ് നമ്മുടെ സൂര്യൻ എങ്ങോട്ട് പോയി, സൂര്യൻ ദക്ഷിണായന കാലമാണ്, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് 23 ഡിഗ്രി സൗത്തിലോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹൈ പ്രഷറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലോ പ്രഷറും ആയിരിക്കും. ആ സമയത്ത് ഹൈ പ്രഷറുള്ള ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റ് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിൽ ലോ പ്രഷർ ആയത് കാരണം അങ്ങോട്ട് ഡീവിയേഷൻ ചെയ്തിട്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്നും മറ്റേ ജലാംശം ഒക്കെ ആഗിരണം ചെയ്തിട്ട് അത് തിരിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ, അഥവാ തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരമെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, പൂർവ്വഘട്ടത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ഒക്ടോബർ ചൂടെന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് വരണ്ട കാറ്റാണ്, ഈ വീശുന്ന കാറ്റ് ജലാംശമുള്ള കാറ്റല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് സമുദ്രത്തിലേക്കാണ് വീശുന്നത്. അപ്പോൾ ജലാംശം ഇല്ല, അപ്പം അതൊരു വരണ്ട കാറ്റാണ്. ആ കാറ്റ് വീശുന്ന കാലയളവിൽ, അതായത് ഏകദേശം ഒരു ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇന്ത്യയിലൊരു പകൽ സമയത്ത് ഒരു ഉയർന്ന ഊഷ്മാവും ആർദ്രതയൊക്കെ അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, വേറെ വല്ലതും പറഞ്ഞിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബർ ചൂട് പറഞ്ഞു. പിന്നെ എന്താണ് ഈ പറഞ്ഞ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയായിട്ടാണ് ഈ പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തോ പറഞ്ഞിട്ട് അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇതും തമിഴ്നാട്ടിൽ മഴ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ മഴ ലഭിക്കുന്നത് ഈ പറയുന്ന മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്താണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിലാണെന്ന് പറയാം. പിന്നെ ഇന്ത്യയിൽ മഴയുടെ വിതരണം എവിടെയാണ്, എത്രയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, എവിടെയാണ്, എങ്ങനെയാണ്, ഈ ഏരിയയിലൊക്കെ മഴ കൂടുതലാണ്. ഓക്കെ, ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. കേരളത്തിൽ മഴയും നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 60 സെന്റിമീറ്റർ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം മുതൽ 200 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം വരെ എവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോൾ ഇത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.